സുരേഷ് ഗോപിയുടെ ഒരു ജയിച്ച ശേഷമുള്ള ഒരു സ്വാധീനം ആ മണ്ഡലത്തിലില്ലേ? അധികം ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് പിന്നെ എല്ലാ സ്ഥലത്തും ഓടി നടക്കുന്ന, തൃശ്ശൂർ 2 പ്രാവശ്യം മറ്റോ വന്നിട്ടുള്ളൂ. പൊതുവെ എല്ലാ സ്ഥലത്തും ചില അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്വാധീനമായിട്ട് എനിക്ക് തോന്നിയില്ല. ക്രൈസ്തവ സഭ അംഗങ്ങളുടെ ഒട്ടും കിട്ടിയില്ല. അതായത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരുമിച്ചു ധ്രുവീകരണം ഉണ്ടായി. അതിൽ ഒറ്റ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. എല്ലാം UDF പോയി. അത് ശരി. ഈ BJP ഒരു കാലുവാരലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് അറിയില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു അന്വേഷണം വേണം എന്തായാലും. പോയ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളതൊക്കെ. കുറച്ച് വോട്ട് ഇല്ല, വന്നിട്ടില്ല. പോയതുപോലെ BJP NDA പോയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ കേട്ടുകേൾവികളിലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിൻ്റെ അടുത്ത്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നേതൃത്വമാണ്. പാർട്ടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പം പിന്നെ വളരെ നേരിയ മാർജിനിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. അതെ, 900 വോട്ടിന്. 900 വോട്ടിന് അന്ന്. പക്ഷെ ഇപ്പൊ മാർജിൻ വ്യത്യാസമുണ്ട്, 3ാം സ്ഥാനത്തേക്ക്. അന്നേരം അന്ന് പറഞ്ഞു ഒരു കാര്യം ബോധ്യായി, എനിക്ക് ആൾക്കാർക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് എനിക്ക് തരില്ലല്ലോ. പക്ഷെ ഇപ്രാവശ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, ഭയങ്കര വ്യത്യസ്തമാണ്.